ഏലപ്പാറ ഹെലിബറിയ ടീ കമ്പനി 33 കുടുംബങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്നത് കമ്പനിയുടെ ധിക്കാരപരമായ നിലപാടെന്നും പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. കുടിയിറക്കണമെന്ന് കമ്പനി പറയുന്ന കുടുംബങ്ങൾക്ക് ഈ ഭൂമി വിട്ടു നൽകണമെന്ന് ജില്ലാ ഭരണകൂടം ചർച്ച ചെയ്ത് പറഞ്ഞിരുന്നതാണ്. ഗുണ്ടായുസത്തിലൂടെ ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനാണ് നീക്കമെങ്കിൽ പാർട്ടി അതിനെ ആ നിലയ്ക്ക് കാണും. പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ സമരസമിതി രൂപീകരിച്ച് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുമെന്നും CB വർഗീസ് പറഞ്ഞു. പ്രദേശത്ത് 33 കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇവിടെ പഞ്ചായത്ത് അനുവദിച്ച ലൈഫ് വീട്, ഒപ്പം തന്നെ ഏതാണ്ട് 20 വർഷം മുമ്പ് ഗവൺമെന്റിന്റെ ഭാഗമായി അനുവദിച്ചിട്ടുള്ള വീടുകളിൽ 10-30-40 വർഷക്കാലം ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇവർക്കെല്ലാം തന്നെ പട്ടയം എടുക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ട് പട്ടയമുള്ളവരുണ്ട്. ആ താമസിക്കുന്ന ആളുകളെ കമ്പനി ഇറക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ച് കേസ് കൊടുക്കുകയും സ്വാഭാവികമായും നിത്യജീവിതത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ആളുകൾ എന്ന രൂപത്തിൽ അവർക്ക് കേസുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ എല്ലാ സമയം അറിയാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് കോടതിയിൽ നിന്നും ഏകപക്ഷീയമായി കമ്പനി വിധി മേടിച്ചിട്ടുണ്ട്. അത് ഏകപക്ഷീയമായ വിധിയാണ്. ആ വിധി മേടിച്ച് വളരെ ആസൂത്രിതമായി നടത്തി നിയമം ഇവർക്ക് ഇത് മേടിച്ച് വെച്ച കമ്പനി സമയബന്ധിതമായി ഇറക്കാൻ വേണ്ടിയുള്ള നിലപാടല്ല സ്വീകരിച്ചത്. ഈ പാവങ്ങൾക്ക് കോടതിയെ സമീപിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നതിന് വരെയും ഒളിച്ചു വെക്കുകയും അപ്പോൾ ആ വിധി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച കൃത്യമായ ഗൂഢാലോചനയാണ്. ഈ വിഷയം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇവിടെ ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ സാന്നിധ്യം ഒരു പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അന്ന് ദിനേശൻ കളക്ടറുടെ സാന്നിധ്യം ചർച്ച ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഭൂമി പതിച്ചു കൊടുക്കണമെന്നുള്ള ശരിയായ നിലപാടാണ് അന്ന് ബഹുമാനപ്പെട്ട കളക്ടർ നിലപാട് സ്വീകരിച്ചത്. ഇവർക്ക് വിട്ടുകൊടുക്കണം. പക്ഷെ അത് വീണ്ടും ഒന്നുകൂടെ കൂടി ചർച്ച ചെയ്യപ്പെടാമെന്ന് പറഞ്ഞാണ് ആ യോഗത്തിൽ നിന്നും കമ്പനിയുടെ പ്രതിനിധികൾ പോകുന്നത്. അതിനുശേഷം അവർ യാതൊരു ചർച്ചയ്ക്കും തയ്യാറായില്ല. ഇപ്പം ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന ആളുകളെ കുടിയിറക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്നു. കണ്ണ് കാണാൻ വയ്യാത്തൊരു അമ്മച്ചിയുണ്ട്. പ്രായാധികമായ ഒട്ടേറെ ആളുകളുണ്ട്. ഒരു വീട് അവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പിന്നെ വീട് ഇപ്പം മക്കളുടെ കൂടിയാണ് അമ്മ താമസിക്കുന്നത്. അതുകൊണ്ട് കമ്പനി ഈ വിഷയം ചർച്ച ചെയ്ത് സാമാന്യമായ പരിഹാരം ഉണ്ടാകും. ഗുണ്ടായുസമാണെങ്കിൽ ആ ഗുണ്ടായുസത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നേരിടും. ഇനി ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റാളുകൾ വന്ന് തടയാൻ വന്നാൽ ഇവിടെ ഇപ്പോൾ ഇവരെല്ലാവരും കൂട്ടി സജി കൺവീനറായിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെയും ജില്ലാ ഭരണകൂടത്തെയും ബോധ്യപ്പെടുത്തും. കമ്പനി ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുക, അതിനാണ് പരിഹാരം ഉണ്ടാകുന്നത്. ഈ ആളുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കാൻ ഉള്ള നിലപാട് സ്വീകരിക്കണം. അതറിഞ്ഞാണ് ഞങ്ങളെല്ലാം വന്നത്. തീർച്ചയായും അതനുസരിച്ച് ആളുകളൊപ്പം നിൽക്കും. ഇവിടെ ഒരു കാരണവശാലും കുടിയിറക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യമാണ് ഈ സന്ദർഭം.